നമസ്കാരം. എൻ്റെ പേര് സജന കാജ. കൂട്ടുകാർക്കെല്ലാം കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പ്രണയകഥ പറഞ്ഞു തരാം. മാലയോഗം. മഞ്ഞു പെയ്യണു മരം കുളിരണു മകരമാസ പെണ്ണെ, മലയിറങ്ങി പുഴയിറങ്ങി വാ. തെച്ചിപ്പൂവും കാശിത്തുമ്പയും പൂത്തു തിങ്ങി വിരിഞ്ഞു നിൽക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിലെ ചെങ്കല്ലുകൊണ്ട് പണിത കുളക്കടവിൽ ഇരുന്ന് കുറേ പെൺകുട്ടികൾ ആർപ്പ് വിളിക്കുന്നു. മുൻകാങ്കുഴിയിട്ട് മത്സരിക്കുന്ന 2 പേരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ആർപ്പുവിളിയാണത്. കുളത്തിനരികിൽ കെട്ടിയ ഉയരത്തിലുള്ള മതിൽക്കെട്ടിലും കൽപ്പടവുകളിലുമായി വ്യത്യസ്ത നിറങ്ങളിലുള്ള വസ്ത്രം ധരിച്ച ഒരു കൂട്ടം സമപ്രായക്കാർ അണിനിരന്നിരിക്കുന്ന കാഴ്ച അവധി ദിവസങ്ങളിൽ സ്ഥിരമാണ്. കുന്നിമണിക്കടവ് ഗ്രാമത്തിലെ പ്രദേശവാസികളുടെ വീട്ടാവശ്യങ്ങൾക്കും കുളിയും അലക്കലിനുമായി ആശ്രയിക്കുന്നത് ഈ പൊതുകുളത്തെയാണ്. സ്വന്തമായി കിണറുള്ളവർ ആ നാട്ടിൽ വിരളമാണ്. ആ നാട്ടിൽ സ്വന്തമായി കിണർ, ശൗചാലയം എന്നൊക്കെയുള്ളത് അല്പമെങ്കിലും സാമ്പത്തിക ഭദ്രത കൈവരിച്ചവർക്ക് മാത്രമുള്ള സൗകര്യങ്ങളായിരുന്നു. കുളക്കടവിൽ ചുറ്റുമിരിക്കുന്നവരുടെ ആവേശം കൂടി വരുന്നുണ്ട്. 36, 37. കുളത്തിൻ്റെ പ്രതലത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ താഴ്ത്തട്ടിൽ തെളിഞ്ഞ വെള്ളത്തിൽ മുഖം കുനിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുടെ മുടിയിഴകൾ കാണാമായിരുന്നു. ഉണ്ണി, എടി ഉണ്ണിമായേ! പടവുകൾക്കപ്പുറമുള്ള ചെറിയ വഴിയിൽ നിന്ന് രമണി ഉറക്കെ വിളിച്ചു. ശബ്ദം കേട്ട് എല്ലാവരും പിറകിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് സൈക്കിളിൻ്റെ സീറ്റിൽ നിന്നിറങ്ങി ഹാൻഡിലിൽ 2 കൈകളും വെച്ച് സൈക്കിൾ ബാലൻസ് ചെയ്തു നിൽക്കുന്ന രമണിയെയായിരുന്നു. പാൽ നിറച്ച വലിയ കാനിസ്റ്റർ സൈക്കിളിൻ്റെ പിറകിൽ കെട്ടിവെച്ചിട്ടുണ്ട്. രമണിയുടെ അച്ഛന് 3-4 കന്നുകാലികളുണ്ട്. രാവിലെയും വൈകുന്നേരവും കറന്നെടുക്കുന്ന പാൽ രമണി ഗ്രാമത്തിലെ ആവശ്യക്കാർക്ക് ഈ സൈക്കിളിൽ എത്തിച്ചു കൊടുക്കും. 10ാം തരം തോറ്റു നിന്നപ്പോൾ മുന്നോട്ടൊരു പിടിവള്ളി എന്നും പറഞ്ഞ് അവൾ സ്വയം ഏറ്റെടുത്ത തൊഴിലാണ്. നിർത്ത! രമണിയുടെ വിളി വീണ്ടും ഉയർന്നതോടെ സീനത്ത് കടവിലെ പടികൾ ചാടിയിറങ്ങി എണ്ണുന്നവരോടായി പറഞ്ഞു. അല്പം നീരസത്തോടെ തരുണിമണികൾ എണ്ണൽ നിർത്തി. ഉണ്ണിമായേ, രമണി വിളിക്കുന്നു. സീനത്ത് ജലപ്പരപ്പിൽ നോക്കി ഉറക്കെ പറഞ്ഞതും അടിത്തട്ടിൽ നിന്നും മുഖമുയർത്തി ഉണ്ണിമായ എഴുന്നേറ്റു നിന്നു. അവൾ മുന്നോട്ട് നടക്കും തോറും വെള്ളം അവളുടെ മുടിയിലൂടെയും അത് പിന്നെ അവളുടെ ദേഹത്തിലൂടെയും ഊർന്നിറങ്ങി. തിളങ്ങുന്ന ഗോതമ്പിൻ്റെ നിറമുള്ള മുഖത്ത് പറ്റിക്കിടക്കുന്ന മുടിയിഴകൾ വകഞ്ഞു മാറ്റിയവൾ കൽപ്പടവുകൾ കയറാൻ തുടങ്ങി. പടവുകൾ കയറും തോറും നഗ്നപാദങ്ങളിൽ നിന്നും ജലകണികകൾ തെറിച്ചുകൊണ്ടിരുന്നു. മാറിടം വരെ മറച്ചിറക്കി കെട്ടിയ കോട്ടൺ തുണി ദേഹത്തേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൻ്റെ വശ്യത വ്യക്തമായി കാണാമായിരുന്നു. അവിടെ കിടന്ന് മുങ്ങിച്ചാവണ്ട, ഇങ്ങോട്ട് കയറിപ്പോര്. മുങ്ങാങ്കുഴി മത്സരത്തിൽ മത്സരാർത്ഥിയായിരുന്ന കവിതയെ നോക്കി ഉണ്ണിമായ പറഞ്ഞതും അവൾ കുളത്തിൽ നിന്ന് രമണിയെ നോക്കി പല്ല് ഞെരിച്ചു. കളി അങ്ങ് രസം പിടിച്ചു വരുമായിരുന്നു. നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? മത്സരത്തിൽ പരാജയപ്പെട്ടതിൻ്റെ കെറിവ് ഉണ്ണിമായുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എൻ്റെ വായിന്ന് വല്ലതും കേട്ടാലുണ്ടല്ലോ, അത് പോകാൻ ഈ കുളത്തിലെ നീരാട്ടമൊന്നും മതിയാവില്ല. നിന്റെ അമ്മ എവിടെ? നിന്നെ കാണാൻ കയറ് പൊട്ടിക്കുന്നുണ്ട്. നിന്നെ വിളിച്ചു കൊണ്ടുവരാനും പറഞ്ഞ് എന്നെ വിട്ടതാ. എനിക്കാണെങ്കിൽ 2-3 വീടുകളിലും കൂടി പാൽ എത്തിക്കാനുള്ളതാ. വേഗം വന്നേ. രമണി അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് സൈക്കിളിൻ്റെ സീറ്റിലേക്ക് കയറിയിരുന്നു. നിന്റെ പാല് കിട്ടിയില്ലെങ്കിൽ അവരൊക്കെ ഇന്ന് കട്ടൻ ചായ കുടിച്ചോളും. തല തൂർത്തിക്കൊണ്ട് കവിതയും അങ്ങോട്ടെത്തി. രമണി അവളെ നോക്കി മുഖം തിരിച്ചു. ഉണ്ണിമായ്ക്കെന്താ ഓളുടെ വീട്ടിലേക്കുള്ള വഴി അറിയില്ലേ? നീ കൊണ്ടുപോയിട്ട് വേണം ഓൾക്ക് വീട്ടിലെത്താൻ. രമണിയെ ചൊടിപ്പിക്കാൻ സീനത്തും കൂടി. ഡിമാൻഡ് ആണെങ്കിൽ വേണ്ട, ഞാൻ പോകുന്നു. ബാമിനി ചേച്ചി ചോദിച്ചാൽ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോളാം. നിക്കടി, ഇതാ വരുന്നു. ഉണ്ണിമായ അപ്പോഴേക്കും മുടി തോർത്തിയെടുത്തു. ആ തോർത്തുകൊണ്ട് തന്നെ തലമുടി ചുറ്റിക്കെട്ടി ഷോൾ നെഞ്ചിലേക്കിട്ട് മറച്ച് രമണിയുടെ അടുത്തേക്കൂടി. ഞാനും വരുന്നു. അവരെ പിന്തുടർന്ന് കവിതയും എത്തി. 2നെയും കൊണ്ട് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ കയറിക്കോ. രമണി സീറ്റിൻ്റെ മുൻവശത്തെ ക്രോസ് ബാറിലേക്ക് നോക്കി പറഞ്ഞു. ഞാനില്ല, നായിക കയറിക്കോട്ടെ, അവളെ അമ്മ തിരക്കുന്നതല്ലേ എന്നും പറഞ്ഞ് കവിത അവർക്കൊപ്പം നടന്നു.
നീ വരുന്നോ വീട്ടിലേക്ക്? ക്രോസ് ബാറിലേക്ക് കയറിയിരിക്കുമ്പോൾ ഉണ്ണിമായ തിരക്കി. അമ്മ എന്തിനാ വിളിക്കുന്നതെന്ന് അറിയാൻ ഒരാകാംക്ഷ. നീ വൈകിച്ചെന്നാൽ നിന്റെ ഗോൾഡപ്പൻ്റെ കയ്യിൽ നിന്ന് പിടുപ്പത് കിട്ടില്ലേ? രമണി കളിയാക്കി ചോദിച്ചതും അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ വന്നതും കവിതയുടെ മുഖത്ത് ദുഃഖം നേലിച്ചു. മിണ്ടാതിരിക്കടി അധിക പ്രസംഗി, വാ തുറന്നാൽ പിറകിലിരിക്കുന്ന പാലെടുത്ത് ഞാൻ നിന്റെ തലയിൽ ഒഴുക്കും. പ്രിയ കൂട്ടുകാരിയുടെ ഹൃദയം വേദനിച്ചത് കണ്ട് ഉണ്ണിമായുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. രമണിയുടെ പ്രകൃതം അങ്ങനെയാണ്. ആരോട് എങ്ങനെ സംസാരിക്കണമെന്നും പെരുമാറണമെന്നും അവൾക്കറിയില്ല. അത് കൂട്ടുകാർക്കും അറിയാം. കൂട്ടുകാർക്കിടയിൽ രമണി ഒരു ചെണ്ടയാണ്. അതുകൊണ്ട് തന്നെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ആവുന്നതെല്ലാം കൂട്ടുകാരികൾ ചെയ്യുന്നത് പതിവായിരുന്നു. ചെറുപ്പം മുതലേയുള്ള ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഉണ്ണിമായയുടെ അച്ഛൻ ഉണ്ണിത്താനും കവിതയുടെ അച്ഛൻ പുഷ്പനും. ഉണ്ണിത്താനും പുഴയിൽ മണൽ വാരുന്ന തൊഴിലായിരുന്നു. കൊല്ലപ്പണിയായിരുന്നു പുഷ്പന്. കുലത്തൊഴിലാണത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെയാണ് പുഷ്പൻ ഈ ജോലി ചെയ്തു തുടങ്ങിയത്. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കൊല്ലപ്പുര പണിത് ആവശ്യക്കാർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് പുഷ്പൻ കുടുംബം പുലർത്തിപ്പോന്നു. ചില ദിവസങ്ങളിൽ പുഷ്പനും ഉണ്ണിത്താൻ്റെ കൂടെ മണൽ വാരാൻ പോകും. കിട്ടിയ മണൽ കൊണ്ട് വിറ്റ് വരുന്ന ദിവസം നല്ല മദ്യസേവയും ആഘോഷവുമായി ഇരുവരും കൊണ്ടാടും. 9 വർഷങ്ങൾക്ക് മുമ്പാണ് ഇരു കുടുംബങ്ങളെയും അനാഥരാക്കിയ ആ ദുരന്തം നടന്നത്. ഉണ്ണിത്താൻ്റെ കൂടെ മണൽ വാരാൻ പുഷ്പനും പോയ ദിവസം ശക്തമായ മഴയിലും കാറ്റിലും ആടി ഉലഞ്ഞ് ഇരുവരും പോയിക്കൊണ്ടിരുന്ന ചങ്ങാടം മുങ്ങി ഉണ്ണിത്താനും പുഷ്പനും മരിച്ചു. ചങ്ങാടം ശക്തിയായി പുഴയുടെ അടിത്തട്ടിൽ പോയിടിച്ച് മറിയുകയായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞാണ് മൃതദേഹം കിട്ടിയത്. വെള്ളത്തിൽ കിടന്ന് ജീർണിച്ചു തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു ഉണ്ണിത്താൻ്റെ മൃതദേഹം അവർക്ക് സംസ്കരിക്കാൻ കിട്ടിയത്. നീ വരണ്ട പെണ്ണെ, വീട്ടിലൊരു വിശേഷവും കാണില്ല. അമ്മയുടെ വാക്കും കേട്ട് വല്ല ബ്രോക്കറും വന്നു കാണും. ഉണ്ണിമായ ലാഘവത്തോടെ പറഞ്ഞു. കവിതയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിഫലമായിരുന്നു. ഉണ്ണിമായുടെ വീട് എത്താനായതും അവൾ രമണിയുടെ സൈക്കിളിൽ നിന്നിറങ്ങി പതിയെ നടന്നു. ഒപ്പം കവിതയും. വീടിനോട് ചേർന്നുള്ള മുൾവേലിക്കിടയിലെ മുറ്റത്ത് നിൽക്കുന്ന ആളെ കാണാമായിരുന്നു. മുൾവേലിക്കരികിൽ ചേർത്തി വെച്ച പോസ്റ്റ്മാൻ സുഗുണൻ്റെ സൈക്കിൾ ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീടാണ്. ഉണ്ണിമായ ഇറങ്ങിയതും രമണി അതേപടി സൈക്കിളിൽ ചവിട്ടി മുന്നോട്ട് പോയിരുന്നു. ഉണ്ണിമായയും കവിതയും മുറ്റത്തേക്ക് എത്തി നോക്കി വരുന്നത് കണ്ടതും അടുക്കള തിണ്ണയിലിരുന്ന് മുറത്തിലിട്ട് അരി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഭാമിനി രോഷത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് വന്നു. കുളിക്കാൻ പോയ മണിക്കൂർ കണക്കാ അതിൽ നീരാട്ട്. ഭാമിനി പതിഞ്ഞ ശബ്ദത്തിൽ അവളെ നോക്കി ശകാരിച്ചു. സുഗുണൻ ചേട്ടൻ വന്നിട്ട് കുറേ നേരമായി, നിന്നെ കാത്തു നിൽക്കണം, അങ്ങോട്ട് ചെല്ല്. ഉണ്ണിമായ അലക്കിക്കൊണ്ടുവന്ന നനഞ്ഞ വസ്ത്രങ്ങൾ അവളുടെ കയ്യിൽ നിന്നും ഭാമിനി വാങ്ങിക്കൊണ്ട് അയയുടെ അടുത്തേക്ക് പോയി. വാ പോയി നോക്കാം, സംശയം നിറഞ്ഞ ഭാവത്തോടെ ഉണ്ണിമായ പറഞ്ഞു. അതോടെ കവിതയും അവൾക്കൊപ്പം ചെന്നു. ചേട്ടാ. തോളിൽ ഒരു സഞ്ചി തൂക്കി പിന്തിരിഞ്ഞു നിന്ന് പുകവലിക്കുന്ന സുഗുണൻ ഉണ്ണിമായുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും തിരിഞ്ഞു നോക്കും മുമ്പേ കയ്യിലെ ബീഡി നിലത്തിട്ട് ചെരുപ്പ് കൊണ്ട് ചവിട്ടിയരച്ചു. ചുറ്റും കൂടി നിൽക്കുന്ന പുകപടലങ്ങളെ കൈകൊണ്ട് തട്ടിമാറ്റി അവളെ ഒന്ന് നോക്കി. പുകയുടെ ഗന്ധം നാസാരന്ധ്രങ്ങളിൽ പതിഞ്ഞതും കവിത മുഖം പൊത്തി. സുഗുണൻ ഇലിഭ്യനായി ചിരിച്ചു. ചോദ്യഭാവത്തിൽ ഉണ്ണിമായ അയാളെ നോക്കുന്നുണ്ട്. സുഗുണൻ തോളിൽ നിന്ന് സഞ്ചിയെടുത്തു. അതിൽ നിന്നൊരു കവർ അവൾക്ക് നേരെ നീട്ടി. വിറയാർന്ന കരങ്ങളാൽ അവൾ അത് വാങ്ങി ഉടനെ തന്നെ പൊട്ടിച്ചു. ഉണ്ണിമായ അതിലേക്ക് നോക്കുന്നത് ശ്രദ്ധയോടെ കവിത നോക്കി നിന്നു. വായിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ശങ്ക പിന്നീട് സന്തോഷമായി മാറുന്നത് അവൾ ഉണ്ണിമായുടെ മിഴികളിൽ നിന്ന് പൊടുന്നനെ വായിച്ചറിഞ്ഞു. കവിത. വായന പൂർത്തിയായതും തിളങ്ങുന്ന നിറമിഴികളോടെ അവൾ വിളിച്ചു. എന്താ? ആകാംക്ഷയുടെ കവിത അവളുടെ കയ്യിലെ പേപ്പർ വാങ്ങി. എനിക്ക് ജോലി കിട്ടിയടാ. ഉണ്ണിമായ സന്തോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ശ്വാസം എടുക്കാൻ പാടുപെട്ട് നിന്നു. +2 കഴിഞ്ഞതും കവിത പഠിത്തം നിർത്തിയെങ്കിലും ഉണ്ണിമായ ടൈപ്പിംഗ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റും വാങ്ങിയിരുന്നു. കിട്ടുന്ന എല്ലാ ഇൻ്റർവ്യൂവിനും ഉണ്ണിമായ പോയി തുടങ്ങി. സ്വന്തമായൊരു ജോലി അവളുടെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു എന്നതാണ് വാസ്തവം. ഈ അടുത്ത് ഞാൻ ബാങ്കിലെ ഒരു ടൈപ്പിസ്റ്റ് ഒഴിവിലേക്ക് ഇൻ്റർവ്യൂവിന് പോയിരുന്നില്ലേ? ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു വന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററാ. ഉണ്ണിമായ പറഞ്ഞതും കവിത അവളെ വാരിപ്പുണർന്നു. എന്താ ഉണ്ണി കാര്യം? ജിജ്ഞാസയോടെ അവരെ നോക്കുന്ന ഭാമിനിയുടെ അരികിലേക്ക് അവൾ ഓടിച്ചെന്നു. അമ്മ, എനിക്ക് ജോലി കിട്ടി ബാങ്കിൽ. ഒരു നിമിഷം കേട്ട വാർത്തയുടെ അമ്പരപ്പിൽ അവർ നിന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടോ? ഉണ്ണിമായുടെ ആ പറച്ചിൽ അവരുടെ മുഖം വിവരണമാക്കി. ജോലി എറണാകുളം ബ്രാഞ്ചിലാണ്. താമസിക്കാൻ അവർ ഏർപ്പാടാക്കുമെന്ന് ഇൻ്റർവ്യൂ സമയത്ത് പറഞ്ഞിരുന്നു.
ഉണ്ണി ഇവിടെ നിന്ന് ഒത്തിരി ദൂരെയില്ലേ? നീ ഇവിടെ നിന്ന് മാറി താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പിന്നീട് ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഭാമിനിക്ക് മറുപടിയായി കവിത പറഞ്ഞു. കവിത നീ ഒന്ന് പറയുന്നത് മുഴുപ്പിക്കാതെ ഉണ്ണിമായ ചെറുഭീതിയോടെ ചുറ്റും നോക്കി. ഉത്തരവ് പ്രഭു. ഉണ്ണിമായ വേലി കടന്നു പോകാൻ ഒരുങ്ങിയ കവിതയുടെ കൈത്തണ്ടയിൽ പിടിച്ചു കെഞ്ചിയതും കവിത തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. കവിതയുടെ വീടും ഉണ്ണിമായുടെ വീടിനോടും സാമ്യം തോന്നുന്ന ഒരു ചെറിയ വീടാണ്. വീടിൻ്റെ തൊട്ടരികിലായി ചെറിയൊരു ആല കാണാം. വീടിൻ്റെ മുൻവശത്തെ മുറ്റവും ചെറുനടവഴിയും മുള്ളിൻ്റെ വേലി കെട്ടി തിരിച്ചിരിക്കുന്നു. മുൾവേലിക്കരികിൽ നിറയെ ചെടികൾ നിരത്തി നട്ടിട്ടുണ്ട്. അതിൽ പല നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു തലയാട്ടി നിൽക്കുന്നുണ്ട്. നടത്തത്തിൻ്റെ വേഗത കൂട്ടി കവിത നടന്നു. വീട് എത്താറായപ്പോഴേക്കും അവളുടെ അമ്മ സുചിത്രയുടെ നിലവിളി കേൾക്കാമായിരുന്നു. ഒപ്പം ചേച്ചി സുനിതയുടെ ഉറക്കെയുള്ള പൊട്ടിച്ചിരി കൂടെ ആയപ്പോൾ അവൾ നടത്തം ഓട്ടമായി മാറിയിരുന്നു. ചവിട്ടല്ലടാ തങ്കപ്പ, ഞാൻ നിന്റെ കാല് പിടിക്കാം. അവളെ ഇനിയും ചവിട്ടിയാൽ ചത്തുപോകും. ഒന്നുമില്ലെങ്കിൽ നിന്റെ 2 മക്കളെ പെറ്റ തള്ളയല്ലടാ. തൻ്റെ കാലിന് കീഴെ കിടക്കുന്ന സുനിതയെ തുടരെ ചവിട്ടിയതിന് ശേഷം വീണ്ടും ചവിട്ടാൻ ഓങ്ങി നിൽക്കുന്നവൻ്റെ കാലു പിടിച്ച് സുചിത്ര ഏങ്ങി കരഞ്ഞു. എൻ്റെ നേരെ വിളച്ചിലെടുത്താൻ മക്കളെ തള്ളയാണെന്നോ ഭാര്യയാണെന്നോ ഞാൻ നോക്കൂല, കാലേ വാരി ഭിത്തിയിലൊട്ടിക്കും. ജ്വലിക്കുന്ന മിഴികളോടെ തങ്കപ്പൻ സുചിത്രയെ തള്ളി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. സുനിതയുടെ വായിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ട്. തങ്കപ്പൻ പറയുന്നത് കേൾക്കെ അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്നു. നീ പോടപ്പോ കെട്ടവനെ, നീ എന്നെ പുളുത്തും. തൂ! വായിൽ നിന്നൊഴുകിയ ചോര സുനിത തങ്കപ്പൻ്റെ നേരെ കാർക്കിച്ചു തുപ്പി. നിയന്ത്രണം വിട്ട അയാൾ സുനിതയുടെ മുടിക്കുത്തിൽ പിടിച്ചു എഴുന്നേൽപ്പിച്ചു ഭിത്തിയോട് ചേർത്ത് നിർത്തി. വേദന കൊണ്ട് പുളയുമ്പോഴും സുനിത അയാളുടെ മുഖം നഖം കൊണ്ട് വരിഞ്ഞു. സുചിത്രയുടെ നിലവിളിയോ അപേക്ഷയോ വകവെക്കാതെ തങ്കപ്പൻ സുനിതയുടെ കഴുത്തിൽ പിടിയമർന്നു. അച്ഛനോട് പറയും മക്കളെ അമ്മയെ വിടാൻ. അകത്ത് നടക്കുന്ന കാഴ്ച കണ്ടു ഭയത്തോടെ ഒരു മൂലയിലിരിക്കുന്ന 2 കുട്ടികളോടായി സുചിത്ര പറഞ്ഞു. സുനിതക്കും തങ്കപ്പനും 2 മക്കളാണ്, ജിതിനും വിപിനും. മൂത്തവൻ ജിതൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തവനാണ് വിപിൻ, 3ലും പഠിക്കുന്നു. തങ്കപ്പൻ്റെ ഈ ദുഷിച്ച പെരുമാറ്റം ആ മക്കൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ കാണുന്നൊരു നിത്യസംഭവമായിരുന്നു. വേണ്ട അച്ഛാ, അമ്മയെ വിട്, അമ്മ ചത്തുപോകും. സുചിത്ര പറയുന്നത് കേട്ട് ജിതിൻ തങ്കപ്പൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. ചാവട്ടെ, നിങ്ങൾക്കെന്തിന് ഈ ഭ്രാന്തി തളയെ? യാതൊരു കരുണയുമില്ലാതെ അയാൾ ആ കുഞ്ഞിനെ മുറ്റത്തേക്ക് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ജിതിൻ നേരെ ചെന്നു വീണത് കവിതയുടെ കരങ്ങളിലായിരുന്നു. ചോര കലർന്ന മിഴികളോടെ അവൾ തങ്കപ്പനെ ദഹിപ്പിച്ചു നോക്കി. ആരുടെ കൂടെ കിടക്കാൻ പോയതായിരുന്നോടി? തങ്കപ്പൻ്റെ ചോദ്യം കേട്ട് അവളുടെ സിരകൾ വലിഞ്ഞു മുറുകി. കവിത പല്ലുകൾ ഞെരിച്ചു തങ്കപ്പനെ നോക്കി. പ്രിയമുള്ളവരെ, കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാം. കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.